എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ടൂൺ ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോ ഒരു കാർട്ടൂൺ ടൈപ്പിലേക്ക് എങ്ങനെ മാറ്റാം, അത് പിന്നീട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനാവശ്യമുള്ളത് 2 ആപ്ലിക്കേഷനാണ്. ഒന്ന് ടൂൺ ആപ്പ്, രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മലയാളം എഡിറ്റർ എന്ന ആപ്ലിക്കേഷനാണ്. അതുപയോഗിച്ച് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കാം. ഞാനിവിടെ ടൂൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്കാണ് നേരിട്ട് പോകുന്നത്. ഇവിടെ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ആഡ് വരുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. നമ്മുടെ ഫോട്ടോ ഇപ്പോൾ കാർട്ടൂൺ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ പല തരത്തിലുള്ള ഓപ്ഷനുകളുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഞാൻ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യാതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ ലോഗോ വാട്ടർമാർക്ക് ഇതിൽ ഉൾപ്പെടുത്താതെ കിട്ടും. നമുക്ക് മലയാളം എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ബ്ലാങ്ക് ലേഔട്ട് എന്ന ഓപ്ഷനിലേക്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിന് താഴെ ന്യൂ ലെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഇമേജ്. നമുക്കിതിന് വേണ്ട 2 ബാക്ക്ഗ്രൗണ്ടുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഓപ്ഷനുകൾ താഴെയുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ട് കൂടി സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ആ ഫോട്ടോ എടുക്കാം. അത് സെലക്ട് ചെയ്തു. ഇനി ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒന്ന് ക്രോപ്പ് ചെയ്യാം. അതിന് വേണ്ട ഒരു ഫേസിൻ്റെ ഭാഗവും ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ഒക്കെ കൊടുക്കുക. ഇനി ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എറേസ് ചെയ്ത് കളയാം. അതിൽ കാണുന്ന 3ാമത്തെ ടൂള് എറേസിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് മുകളിൽ നിന്നും താഴേക്ക് ഏത് ഭാഗമാണ് ബാക്ക്ഗ്രൗണ്ട് പോകേണ്ടത് ആ ഭാഗത്തു നിന്ന് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ കാണുന്ന ആ 4ാമത്തെ ഓപ്ഷൻ മാനുവലിലേക്ക് മാറ്റുക. അതിനുശേഷം മാനുവലായിട്ട് എറേസ് ചെയ്ത് കളയുക. താഴെയുള്ള ഭാഗം, കഴുത്തിന് താഴെയുള്ള ഭാഗമൊക്കെ എറേസ് ചെയ്ത് കളയുക. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വ്യക്തമായിട്ട് സമയമെടുത്ത് ചെയ്യുക. ഞാനിപ്പോൾ അത് തൽക്കാലത്തേക്കൊന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം. പാടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് എറേസ് ചെയ്തെടുക്കുക. ഇതുപോലെ മാനുവലായിട്ട് എറേസ് ചെയ്തെടുക്കുക. എറേസ് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ടിലേക്ക് തലയുടെ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ശേഷം താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.